തൊടുപുഴയിൽ നിന്ന് കാണാതെ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലാണ് മൃതദേഹം കണ്ടെത്തി. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. രാഹുൽ, ഇപ്പോഴും ആ മാൻഹോളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതിനായി മാൻഹോളിന്റെ മുകളിലുള്ള സിമന്റിന്റെ കോൺക്രീറ്റ് പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ആദ്യമായി അറിയേണ്ടത്, ബിജുവിനെ കാണാതായിട്ട് 3 ദിവസമാകുന്നു. ഈ കാണാതായ തിരോധാനവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് അന്വേഷണം ഈ 3 പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അവരെ കസ്റ്റഡിയിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്നും മാൻഹോളിൽ കുഴിച്ചിട്ടു എന്നും മനസ്സിലാക്കുന്ന ഒരു മുൻ പങ്കാളിയിലേക്ക് പോലീസിന്റെ അന്വേഷണം തിരോധാന കേസുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. അതെങ്ങനെയാണ് ആദ്യം? സുഹൈല, നിലവിൽ ഇപ്പോൾ നടക്കുന്നത് ഈ മാൻഹോളിനുള്ളിലുള്ള മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് ഈ മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചികിർത്തിട്ടുണ്ട്. സാധാരണ ഈ മാൻഹോളിന്റെ വലിപ്പം നമുക്കറിയാവുന്നതാണ്. ചെറിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള മാൻഹോളുകളാണ്. അതിൻ്റെ അകത്ത് ഈ മൃതദേഹം ചീർക്കുകൂടി ചെയ്തപ്പോഴേക്കും അത് പുറത്തേക്ക് എടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലാതായി മാറിയിട്ടുണ്ട്. അത് ഈ മാൻഹോളിന്റെ വലിപ്പം കൂട്ടിയതിനു ശേഷം ഈ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ് നിലവിലത്തെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം ഒരു സാമ്പത്തിക ഇടപാടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും. ദേവമാത കേറ്ററിംഗ് എന്ന് പറയുന്ന സംരംഭം ഈ ബിജുവും അതുപോലെ തന്നെ എന്ന് പറയുന്ന 2 വ്യക്തികൾ നടത്തിയിരുന്നു. ഈ സംരംഭം നടത്തിയിരുന്നത്. ഈ ബിജുവും ജോമോനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ബിജു ഈ ജോമോന് കൊടുക്കാനുണ്ടായിരുന്ന പണം കൊടുക്കാതെ വന്നതോടുകൂടി തിരികെ ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു കൊട്ടേഷൻ സംഘത്തെ ജോമോൻ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിജുവിനെ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടി തട്ടിക്കൊണ്ടു പോവുകയും ഈ ദേവമാത കേറ്ററിംഗിന്റെ ഗോഡൌണിൽ തന്നെ എത്തിച്ച് ഭീഷണിപ്പെടുത്തുകയും അതിനിടയിൽ മർദ്ദിക്കുകയും ചെയ്തു ബിജുവിനെ. ആ മർദ്ദനത്തിൽ മരണം സംഭവിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസിൽ നിന്ന് നമുക്ക് ഈ ജോമോൻ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും കൊലപാതകം മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ മാൻഹോളിൽ ഈ മൃതദേഹം ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടുകയും ചെയ്തത്. ഈ ചുരുളുകൾ അഴിയുന്നത് എങ്ങനെയാണെന്നാൽ ഈ ബിജുവിനെ കാണാനില്ല എന്ന് പരാതി ബിജുവിന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിജു ചെല്ലാനിടയുള്ള സംരംഭവുമായി ബന്ധപ്പെട്ട് ചെല്ലാനിടയുള്ള ദേവമാത കേറ്ററിംഗിന്റെ കലയന്താനിലെ ദേവമാത കേറ്ററിംഗിലെ ഈ ഗോഡൌണിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയപ്പോൾ എറണാകുളത്ത് നാടുകടത്തിയ കാപ്പ കേസിൽ നാടുകടത്തിയ ഒരു പ്രതി ഉണ്ടായിരുന്നു. അയാളെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. അയാളിൽ നിന്ന് ഈ ചോദിച്ചറിയുന്നതിനിടയിലാണ് ഈ കൊലപാതകം നടന്നതായിട്ടുള്ള സൂചനയും വിവരവും പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് വിശദമായി തന്നെ ഇയാളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ ഈ ജോമോൻ ഈ കേറ്ററിംഗിൽ ഈ ബിജുവിന്റെ പങ്കാളിയായിരുന്ന ജോമോനെയും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലുമാണ് മറ്റ് 2 പേർ കൂടി പിടിയിലാകുന്നത്. അങ്ങനെ 3 പേർ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെ ബിജു ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവർ ഈ ബിജു കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം അത് കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും വ്യാഴാഴ്ച തന്നെയാണ് ഈ കൊലപാതകം നടന്നത് എന്നൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ആ മാൻഹോളിലേക്ക് മൃതദേഹം ഇറക്കിയതിനു ശേഷം മണ്ണിട്ട് മൂടുകയും ചെയ്തു എന്ന് ഈ പ്രതികൾ തന്നെ പോലീസിന് മൊഴി നൽകുകയായിരുന്നു. എന്തായാലും ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. ഇവർ ഈ ബിജു ഈ സാമ്പത്തികമായിട്ട് ഇവരുമായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നാട്ടിൽ അത്ര വലിയ പ്രശ്നക്കാരനോ കുഴപ്പക്കാരനോ ഒന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തർക്കമോ അല്ലെങ്കിൽ പ്രശ്നമോ പ്രതിസന്ധിയോ ഒക്കെ നിലനിന്നിരുന്ന കാര്യം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു, ജനപ്രതിനിധികൾക്ക് അറിയില്ലായിരുന്നു. പോലീസിൽ നേരത്തെ ഒരു പരാതി വാഗമൺ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കി വിടുക ആണ് ചെയ്തത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് ഈ ബിജുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കരുതിയിരുന്നത്. എന്നാൽ ആ പ്രശ്നം അങ്ങനെ തീർന്നിരുന്നില്ല. അത് കൂടുതൽ കലശലാവുകയും അത് വലിയ തരത്തിലുള്ള വൈരാഗ്യത്തിലേക്ക് പോവുകയും ആ കാശ് നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാം ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതായിട്ട് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാനും കഴിയുന്നത്. എന്തായാലും നിലവിൽ ആ മൃതദേഹം പുറത്തിടുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസിന്റെ ഡ്യൂട്ടി. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹത്തിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ഇടുക്കി ജില്ലയുടെ കണക്ക് അനുസരിച്ചാണെങ്കിൽ പൈനാവിലേക്ക് മൃതദേഹം കൊണ്ടുവരേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ അത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ കൊലപാതകം ഏത് രീതിയിലാണ്, മർദ്ദിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചുള്ള കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൂര കൊലപാതകമാണോ നടന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. അതിന്റെ സാഹചര്യം ഒരുക്കുന്നതിനുള്ള നടപടിയാണിപ്പോൾ ഈ കലയന്താനിയിലെ ദേവമാത കേറ്ററിംഗിന്റെ ഗോഡൌണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ശരി, ഈ കൊലപാതകത്തിന്റെ പ്രേരണ അതെന്തെന്നേറെക്കുറെ വ്യക്തമായി കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ കൊന്നു എന്നടക്കമുള്ള വിശദമായ കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ബിജുവിനെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ പുലർച്ചെയിറങ്ങിയ ബിജുവിനെ കാണാതായത്. വീടിന് സമീപത്ത് തന്നെ ഇത്തരത്തിലൊരു മൽപ്പിടുത്തം നടന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടുംബം നൽകിയ തിരോധാന പരാതിയിൽ പോലീസ് നടത്തിയ ഊർജിത അന്വേഷണമാണ് അങ്ങേയറ്റം ദാരുണമായ, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നത്. ഈ ബിജുവിനെ തേടി ബിജു പോകാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും പോലീസ് അന്വേഷിച്ചിറങ്ങി. അപ്പോഴാണ് ഈ പറയുന്ന ബിജുവിന്റെ പാർട്ട്ണറുടെ നേതൃത്വത്തിലുള്ള കരയന്താനിയിലെ ഒരു ഗോഡൌണിലേക്ക്, ഒരു കാറ്ററിംഗ് ഗോഡൌണിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ എത്തിയ പോലീസ് ആകസ്മികമായി എന്നോണം എറണാകുളത്തുനിന്ന് കാപ്പ കേസിൽ നാട് കടത്തിയ ഒരു കൊട്ടേഷൻ പ്രതിയെ അവിടെ കാണുന്നു. ഇടുക്കിയിലേക്ക് ആ കൊട്ടേഷൻ ഗുണ്ട എന്തിനെത്തിയെന്ന പോലീസിന്റെ സ്വാഭാവികമായ സംശയം. അയാളെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് ചെയ്ത ചോദ്യം ചെയ്യൽ, ഇതിൽ നിന്നാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് വന്നത്. ഒരു കാലത്ത് ഒന്നിച്ച് പങ്കുകച്ചവടം ചെയ്ത പാർട്ട്നേഴ്സാണ് പ്രതിയും കൊല്ലപ്പെട്ട ബിജു എന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ പങ്കുകച്ചവടത്തിലുണ്ടായ സാമ്പത്തികമായ തർക്കം, ഈ തർക്കത്തെ തുടർന്നുണ്ടായ കയ്യാങ്കളി സംഘർഷം അല്ലെങ്കിൽ കൊലപാതകം, തർക്കം, അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൊന്നതിന് ശേഷം മൃതദേഹം ഡീകമ്പോസ് ചെയ്യാൻ എവിടെയും കുഴിച്ചിട്ടില്ല, മറിച്ച് ഈ ബിജുവിന്റെ പാർട്ട്ണറുടെ നേതൃത്വത്തിലുള്ള പ്രതിയുടെ ഉടമസ്ഥ ഗോഡൌണിന്റെ മാൻഹോളിൽ തന്നെ ഈ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. ഈ മാൻഹോളിൽ നിന്ന് മൃതദേഹം പുറത്തു വരാതിരിക്കാൻ മൃതദേഹത്തിന് പുറത്ത് മണ്ണടക്കം ഇട്ടുകൊണ്ട് അതീവ രഹസ്യമായി തന്നെ മൃതദേഹം അടക്കം ഡീകമ്പോസ് ചെയ്യാനുള്ള ഈ കുറ്റം ഒളിപ്പിക്കാൻ നടപടികളിലേക്കടക്കം പ്രതിയും സംഘവും കടന്നുവെന്ന് മനസ്സിലാക്കണം. ഒരു കാപ്പ കേസ് പ്രതിയുടെ സാന്നിധ്യമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൃതദേഹം പുറത്തെടുക്കാൻ നടപടിക്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ് പോലീസുള്ളത്. ഇതിനായി ഈ ഡ്രെയിനേജിന്റെ അല്ലെങ്കിൽ മാൻഹോളിന്റെ മുകളിലത്തെ ഈ സിമന്റിന്റെ കോൺക്രീറ്റ് പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടന്ന് എങ്ങനെ കൊലപാതകം നടത്തി കൂടുതലുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്നടക്കമുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം.